വൈകുന്നേരം വിൻഷായിട്ടുണ്ടല്ലോ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് മുന്നേ ഞാൻ ഉടുത്തിട്ടുള്ള സാരി കേട്ടോ, നല്ല അടിപൊളി സാരി കേട്ടോ. മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് കൊളാബിന് അയച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാട്ടോ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ആദ്യം പോയിക്കാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ചിറക്കൽ അമ്പലമില്ലേ, അവിടേക്കാട്ടോ പോണത്. അവിടെ നമ്മൾ രണ്ടാമതായിട്ടാണ് പൂജിച്ചേക്കണം. ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലായിട്ട് ഞങ്ങൾ പൂജിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സെക്കൻഡ് ഇത് ഇങ്ങോട്ട് നേരെ വന്നു കേട്ടോ. അവിടെ വന്നിട്ട് ഇതേ നമ്മൾ ഷീറ്റ് ആക്കിയിട്ടില്ല, അതിനൊക്കെ മുന്നേ വിൻഷായിട്ട് ഇതേ വണ്ടി പൂജിക്കണേൻ്റെ അവിടേക്ക് നീക്കിയിട്ടു കേട്ടോ. പിന്നെ ഇത് ഷീറ്റാക്കാൻ പോയി. പിന്നെ നമ്മൾ തൊഴുത് വന്നതിന് ശേഷം ഇതേ പൂജിക്കാൻ നിർത്തിയേക്കാട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഞാൻ സ്കൂട്ടി എടുത്ത ടൈമിലും ഇതുപോലെ ഇവിടെ കൊടുന്ന് പൂജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കൊടുന്ന് പൂജിക്കാൻ വീണ്ടും പറ്റുന്നു. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞത് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോണത് വെള്ളടിങ്ങുന്ന അമ്പലത്തിക്ക് കേട്ടോ. അവിടെയും പൂജിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ പോകുമ്പോൾ. കാരണം ഞാൻ പറയാനുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരം വൈകിയോന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്, പക്ഷെ കുഴപ്പമില്ല, പൂജിക്കാന്ന് പറഞ്ഞു കേട്ടോ. പൂജിക്കാറുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗത വണ്ടിയൊക്കെ സൈഡാക്കി ഇതേ നാരങ്ങയൊക്കെ വെച്ചിട്ട് ഇതേ പൂജ ഇവിടെയും തുടങ്ങിയിട്ടാ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വണ്ടി എടുത്ത് പൂജിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇനി ഓവറായി തോന്നുന്നു. എനിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ടാട്ടോ ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയണത്. അങ്ങനെ ഇത് ഇവിടെയും നമ്മൾ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് പിന്നെ നമ്മൾ പട്ടാമ്പി പോകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടൻ പറഞ്ഞു നമുക്ക് ജിഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പോകാന്ന് കേട്ടോ. കാരണം അവിടെ അച്ഛനും അമ്മയും അവരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സ്കൂട്ടി എടുത്ത് വരുമ്പോഴും ജിഷ്ണേട്ടൻ്റെ അച്ഛനായാലും ഒരു പറഞ്ഞൊരു വാക്കാണ് കേട്ടോ, അടുത്തത് ഇതേ മഴയും വെയിലും കാറ്റൊന്നും കൊള്ളാണ്ട് പോകാൻ പറ്റണ നല്ലൊരു വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് നമ്മുടെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ജിഷ്ണേട്ടൻ്റെ അച്ഛനെ അങ്ങനെ ഒരു വർത്താനം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ പേര് പറയാറുണ്ട് ഇട്ടൊരു കാര്യമില്ല എന്നല്ല, പക്ഷെ എന്നോട് ഡയറക്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ ജിഷ്ണേട്ടൻ്റെ അച്ഛനായിട്ട് അതേ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതേ ഇവിടെ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ അതേ അച്ഛനെ കണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ ഓരോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ജിഷ്ണേട്ടൻ ഇങ്ങനെ ചിരിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. കുറേ നേരം എൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ തന്നെ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. പിന്നെ ജിഷ്ണേട്ടൻ ഇവിടെ മൊത്തത്തിൽ ഇതേ കുറേ മീനൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയിട്ടുണ്ട് കേട്ടോ. അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ തേജപ്പനൊരു ആഗ്രഹം അവനും വേണമെന്ന്. അങ്ങനെ ഇതിപ്പോൾ വരുമ്പോൾ ജിഷ്ണേട്ടൻ വാങ്ങി കൊടുന്നേക്കണം മീനാട്ടോ. അങ്ങനെ ജിഷ്ണേട്ടൻ 1-2 കപ്പീനെ നമ്മുടെ തേജൂന് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കവറിലാക്കിയിട്ട്. അപ്പോൾ ഇത് അവന് വീട്ടിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടാണ് പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഞാനും പിടിച്ചെന്തായാലും കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ. പിന്നെ നമ്മുടെ വിൻഷേട്ട ഏട്ടാ ജിഷ്ണേട്ടൻ്റെ ഉണ്ണീനെ കളിപ്പിക്കാൻ നോക്കട്ടെ, എന്തോ ഒരു എക്സ്പ്രഷൻ ഇട്ടതായിരുന്നു. അത് ഞങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നോക്കും നേരെ പിടിച്ചിരുന്നു കേട്ടോ. ഉണ്ണിയാണെങ്കിൽ അത് കണ്ട് നല്ല ശരിയായിരുന്നു. നമ്മുടെ വിൻഷേട്ടൻ്റെ പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ. കാരണം അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ എന്തെങ്കിലും പറ്റിയ വിൻഷേട്ടൻ്റെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ സമ്മതിച്ചേടുന്നില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചു കേട്ടോ. പിന്നെ ജിഷ്ണേട്ടൻ്റെ അച്ഛനെ അവർക്കുള്ള തീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ തേജുവിന് ഇതേ പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഇതേ പുതിയ 1-2 അതിഥികളും കൂടി ആയിട്ടുണ്ട്. ഇനി ഇവരെയും കൊണ്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.